ഇന്നിപ്പോൾ ആടുകളൊന്നും ഇറക്കിയിട്ടാ മഴക്കാരനെ ഇറക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിലായപ്പോൾ ഇറക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഭവാനിയോട് നിൽക്കുന്നിട്ട് എല്ലാവരും കഞ്ഞി നോക്കിയുള്ള നിൽപ്പാണ്. നമ്മൾ എല്ലാ ദിവസവും 8:30 ആ ടൈമിലേക്കാണ് കഞ്ഞി കൊടുക്കാറ്. പിന്നെ ഇവൾക്ക് ഇപ്പോൾ 1.5 മാസമായിട്ട് ചെന പിടിച്ചിരിക്കുന്ന ടൈമാണ്. ഇവളാണെങ്കിൽ നല്ല പാവാണ്. പിന്നെ മറ്റവൾക്കാണെങ്കിൽ സാമർത്ഥ്യം കൂടുതൽ. ഇവളാണെങ്കിൽ ചില ടൈമിൽ കൂട്ടി കയറ്റുമ്പോൾ കുഞ്ഞോളകൾ നന്നായിട്ട് ഇടിക്കും. അത് കാരണം ഇവളെ മാത്രം കെട്ടിയിടും. പിന്നെ നമ്മുടെ ചെമ്പനിപ്പോൾ നമ്മൾ ടോണിക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല മടിയായിരുന്നു. ഇപ്പോൾ വെറുതെ വായിച്ചു കൊടുത്താൽ മതി, ആൾ കുടിച്ചോളും. ചെമ്പൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൂട്ടി കയറ്റാനാണ് പണി. അതുപോലെ ഇതാണ് നമ്മുടെ ആടുകളുടെ കൂട്. നമ്മുടെ കൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരം കൊണ്ടാണ് കേട്ടോ. ഈ ചിലരൊക്കെ ഇരുമ്പിൻ്റെ ഗ്രില്ലാണ് കൂട് നിർമ്മിക്കാറ്. ഗ്രില്ലിനേക്കാളും നല്ലത് മരം കൊണ്ട് കൂട് പണിയുന്നതാണ്. അതൊക്കെ ആകുമ്പോൾ അത്ര പെട്ടെന്ന് കേട് വരില്ല. പിന്നെ ആടുകളുടെ മൂത്രം അതൊക്കെ തട്ടുമ്പോൾ ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പ് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. മരത്തിൻ്റെ കൂടാണെങ്കിൽ ആ പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഈ ഇരുമ്പിൻ്റെ കൂടായ ആടുകൾക്ക് വല്ല മുറിവ് സാധനങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ മരത്തിൻ്റെ കൂടാകുമ്പോൾ പലകയോ വല്ല പട്ടിയൊക്കെ ഊരി പോകുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും. ഇരുമ്പിൻ്റെ കൂടാകുമ്പോൾ നമുക്ക് വെൽഡിങ്ങിൻ്റെ ഇതൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വേണം ചെയ്യാൻ. പിന്നെ അതുപോലെ ആടിൻ്റെ കാലി ഗ്യാപ്പിൽ പോകാൻ പറ്റാത്ത വിധത്തിൽ കൂട്ടടിക്കുക. അതുപോലെ ആട്ടും കൂടെ നന്നായിട്ട് അടിച്ചു വരാം. എത്ര നന്നായിട്ട് അടിച്ചു വരുന്ന ആടുകൾക്ക് നന്നായിട്ട് രോഗം കുറഞ്ഞ് കിട്ടും. പിന്നെ കൂടടിച്ചതിന് ശേഷം കുന്തിരിക്കുക, ചകിരി അങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് പുകയ്ക്കുക. അപ്പോൾ നമ്മുടെ പോത്തുന്ന കാലത്തിന് അയച്ച് കിട്ടിയിട്ട് നമ്മളിവിടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.